വചനസാരം വചനസാരം. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂലൈ 31 ബുധനാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 43 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന ആൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നുവെന്ന് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഉപമയിലൂടെ. ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ദൈവത്തെ കണ്ടെത്തുന്നു. എന്നാൽ ദൈവത്തെ കണ്ടെത്തിയതിനു ശേഷം ഈ ലോകത്തെ പല കാര്യങ്ങളും അവർക്ക് ഒന്നുമല്ലാതായി തീരുന്നു. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരത്തിനു മുമ്പായി പല രീതിയിൽ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പഠനത്തിലും ലൗകികമായ സമ്പാദ്യത്തിലും പ്രശസ്തിയിലും എല്ലാത്തിലും അവൻ ഒരുപാട് മുഴുകിയിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടെത്തിയതിനു ശേഷം വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്: ദൈവമേ, നിന്നെ അറിയുന്നതിന് മുമ്പായി ഞാൻ പലതിനെയും സ്നേഹിച്ചു, എന്നാൽ നിന്നെ അറിഞ്ഞതിന് ശേഷം നിന്നേക്കാൾ അധികമായിട്ട് ഞാൻ ഒന്നിനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ചുരുത്തിന്റെ സ്വാധീനം അത് തന്നെയാണ്. ജീവിതത്തിൽ അജ്ഞത മൂലം പല കാര്യങ്ങളും നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ വചനഭാവം ശ്രവിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു വലിയ അവസരം തരികയാണ്. ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുവാനും അവനെ തേടുവാനും. ജീവിതത്തിൽ നിധിയിൽ നികർന്ന പല കാര്യങ്ങളും പാഴ്വസ്തുക്കളായി ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമ്പോൾ നിത്യമായ സ്വർഗത്തിലേക്ക് നിന്നെ സ്വീകരിക്കാൻ ദൈവം സന്നദ്ധനാവുന്നത് നിന്റെ ഹൃദയം എത്രമാത്രം അവന് വേണ്ടി ഭൂമിയിൽ ആഗ്രഹിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഈ വചനഭാഗം നമ്മളുടെ ജീവിതത്തെ നവീകരിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.